ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ്. സൂപ്പർ കപ്പാസിറ്റർ, ഓൾസോ നോൺ ആസ് അൾട്രാ കപ്പാസിറ്റർ ഓർ ഡബിൾ ലെയർ കപ്പാസിറ്റർ, is an energy storage device having high capacity than solid state capacitors but with lower voltage limit. സോളിഡ് സ്റ്റേറ്റ് കപ്പാസിറ്ററുകളെക്കാളും കൂടുതൽ ഹൈ കപ്പാസിറ്റി ആണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അവ സൂപ്പർ ആവുന്നത്, അല്ലേ? സൂപ്പർ ആവുന്നത് കൊണ്ട് അവ സൂപ്പർ കപ്പാസിറ്ററുകളാണ്. സോ they have high capacity than solid state capacitors but with lower voltage limits. Or supercapacitors are energy storage devices that store energy electrostatically, not chemically like batteries. ഇപ്പോൾ ബാറ്ററീസിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, റിയാക്ഷൻസ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആനോഡിൽ ഓക്സിഡേഷൻ നടന്ന ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, കാഥോഡ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് അവിടെ ചാർജ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ സൂപ്പർ കപ്പാസിറ്റേഴ്സിൽ എങ്ങനെയാണ്? എനർജി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. എങ്ങനെയാണ് അവ എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്കലി ആണ്. അതായത് ചാർജുകളെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടത്തുകയാണ് ചെയ്യുന്നത്. ദീസ് ആർ കോൾഡ് സൂപ്പർ കപ്പാസിറ്റേഴ്സ്. സോ ദേ ആർ high capacity, they have high capacity than solid state capacitors, and they have a high power density and can release energy efficient over a short time. ചെറിയൊരു സമയത്ത് തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് എനർജി റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈ പവർ ഡെൻസിറ്റി ആണ് ഇവയ്ക്കുള്ളത്. ദെൻ ക്യാൻ ചാർജ് ആൻഡ് ഡിസ്ചാർജ് റാപ്പിഡ്ലി, പെട്ടെന്ന് തന്നെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടത്തും. ജനറലി കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോഡ്സ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്. ഇറ്റ് സ്റ്റോർ ചാർജസ് അറ്റ് ഇന്റർഫേസ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ ഇലക്ട്രോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഈ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റിന്റെയും ഇന്റർഫേസിലാണ് ആ ഒരു ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആവശ്യം വരുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ എക്സാമ്പിൾ ഫോർ സൂപ്പർ കപ്പാസിറ്ററിന്റെ ഒരു ഫിഗർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അയോൺസിനെ ഇലക്ട്രോഡ്സിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടത്തുമ്പോൾ ആ അയോൺസിന്റെ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. Then first one is electrodes. ഇപ്പോൾ ഇലക്ട്രോഡ്സ്, ഇലക്ട്രോലൈറ്റ്സ്, സെപ്പറേറ്റർ, കളക്ടർ ഒക്കെയാണ് മെയിൻലി നമ്മുടെ സൂപ്പർ കപ്പാസിറ്റേഴ്സിൽ ഉള്ളത്. ഫസ്റ്റ് വൺ ഇലക്ട്രോഡ്സ്. ഇപ്പോൾ ഇലക്ട്രോഡ്സ് എന്താണ്? കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസ് ആർ ഓഫൺ യൂസ്ഡ് ആസ് സൂപ്പർ കപ്പാസിറ്റർ ഇലക്ട്രോഡ് മെറ്റീരിയൽസ്. കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസ് ആണ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുക. നാനോ ട്യൂബുകൾ, നാനോ വയറുകൾ, മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ഒക്കെ ഈ സൂപ്പർ കപ്പാസിറ്ററിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നവയാണ്. അടുത്തത് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു കപ്പാസിറ്ററിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്യാൻ പറ്റും. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് എ സോൾവെന്റ് മിക്സ്ഡ് വിത്ത് കണ്ടക്റ്റീവ് സോൾട്ട് സച്ചസ് ടെട്രാ ആൽക്കൈൽ അമോണിയം ഓർ ലിഥിയം സോൾട്സ് ആക്ട് ആസ് സോളിഡ് ഇലക്ട്രോലൈറ്റ്. സൾഫ്യൂരിക് ആസിഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻസ് ക്യാൻ ആക്ട് ആസ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്. സോളിഡ് ഇലക്ട്രോലൈറ്റോ ലിക്വിഡ് ഇലക്ട്രോലൈറ്റോ ഉപയോഗിക്കാം. സോളിഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടെട്രാ ആൽക്കൈൽ അമോണിയം ഒക്കെ പോലുള്ള സോളിഡ് ഇലക്ട്രോലൈറ്റുകളാണ്. അല്ലെങ്കിൽ ലിഥിയം സോൾട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെയാണ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാറ്. ദെൻ സെപ്പറേറ്റർ. ഇലക്ട്രോലൈറ്റിന്റെ ആ ഒരു മെംബ്രെയിൻ തന്നെയാണ് സെപ്പറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. എന്താ ചെയ്യുക? ആ ഒരു ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ആ ഒരു ഷോർട്ട് സർക്യൂട്ടിങ് തടയുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് അയോൺസിനെ പാസ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ആ ഒരു ഷോർട്ട് സർക്യൂട്ടിങ് തടയുന്നു. ദെൻ പോളിമർ ബേസ്ഡ് ആൻഡ് പേപ്പർ ബേസ്ഡ് ആർ ഫൗണ്ട് ടു ബി ഡ്യൂറബിൾ ആൻഡ് എക്കണോമിക്കൽ. ദെൻ കളക്ടർ. ഇലക്ട്രോൺസ് കളക്ട് ചെയ്യുന്നത് കളക്ടറിലാണ്. കാർബൺ ഫൈബർ, മെറ്റൽ ലൈക്ക് അലുമിനിയം, പ്ലാറ്റിനം, കോപ്പർ ഒക്കെയാണ് യൂഷ്വലി നമ്മൾ കളക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറ്. ദെൻ ബൈൻഡേഴ്സ് സച്ച് polyvinyl iodine fluoride PVDF and polyacrylonitrile act as adhesives to hold the active material and current collectors together. അപ്പോൾ ഈ ഒരു polyacrylonitrile ഒക്കെ polyvinylidene fluoride ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ കളക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡസീവ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സൂപ്പർ കപ്പാസിറ്ററുകളുടെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ലോങ്ങർ സൈക്ലിംഗ് ടൈം ആൻഡ് ഹയർ സർവീസ് ലൈഫ് കമ്പയർഡ് ടു ബാറ്ററി. ബാറ്ററിയേക്കാളും സൈക്ലിംഗ് ടൈമും ഹയർ സർവീസ് ലൈഫും കൂടുതലായിരിക്കും നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററുകൾക്ക്. ഹൈ എഫിഷ്യൻസി ഉണ്ട്, ഹൈ ചാർജിങ് റേറ്റ്സ് ഉണ്ട്, ഹൈ പവർ ഡെൻസിറ്റി ഉണ്ട്, ലോ റെസിസ്റ്റൻസ് വിച്ച് എനേബിൾസ് ദെം ടു പ്രൊഡ്യൂസ് ഹൈ ലോഡ് കറണ്ട്സ്. റെസിസ്റ്റൻസ് കുറവാണ്, സൂപ്പർ കപ്പാസിറ്ററുകളാണല്ലോ. സോ അവയ്ക്ക് പെട്ടെന്ന് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ലോഡ് കറണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി കൂടുതലാണ്, ഹൈ ചാർജിങ് റേറ്റ് ആണ്. സ്മോൾ സൈസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് വിച്ച് മേക്സ് ദം ഈസിലി ഇൻസ്റ്റാൾഡ് ഇൻ സ്മോൾ ഏരിയാസ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. സോ ദീസ്
അബൌട്ട് സൂപ്പർ കപ്പാസിറ്റർ. സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? അൾട്രാ കപ്പാസിറ്ററിലെ ഡബിൾ ലെയർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് കപ്പാസിറ്ററിനേക്കാളും ഹൈ കപ്പാസിറ്റി ഉള്ള കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിളുകളിലൊക്കെ ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടക്കും, അതുകൊണ്ട്. ദെൻ these are energy storage devices that store energy electrostatically, not chemically like batteries. ബാറ്ററീസിലെ പോലുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നല്ല അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അവ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്കലി ആണ്. ഓക്കെ, പിന്നെ ഇത് ബാറ്ററീസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ, പക്ഷെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്.